സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു. തിരുവനന്തപുരം മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ ഇന്ന് രജിസ്റ്റർ ചെയ്തത് 40 പേരാണ്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, കുറേ ദിവസത്തെ സമരങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒക്കെ ഒടുവിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പഴയ രീതിയിലേക്ക് പൂർണ്ണമായി പുനരാരംഭിക്കുകയാണ്. ഇന്ന് അങ്ങോട്ടേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനായി ആളുകൾ എത്തിയിട്ടുണ്ടോ? ഇന്ന് 40 പേർ തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തുടങ്ങിയോ ടെസ്റ്റുകൾ? മനു, ഏതായാലും സംസ്ഥാന വ്യാപകമായി തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴുള്ളത് മുട്ടത്തറയിലാണ്. മുട്ടത്തറയിൽ ഇപ്പോൾ റോഡ് ടെസ്റ്റ്, അതായത് ഇരുചക്രവാഹനത്തിൻ്റെ റോഡ് ടെസ്റ്റാണ് നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശാനുസരണം ഇവിടെ ഓരോ വ്യക്തികളും എത്തി അവരുടെ ലൈസൻസിന് വേണ്ടി ഉള്ള ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കുകയാണ്. ഇവരുടെ പ്രാക്ടിക്കൽ ടെസ്റ്റ് 8 പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ റോഡ് ടെസ്റ്റ് നടക്കുന്നത്. നമുക്കറിയാം, ഈ മാസം 2-ാം തീയതി മുതലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഏർപ്പെടുത്തിയതിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് സർക്കുലറിൽ ഭേദഗതി സർക്കാർ വരുത്തിയിരുന്നു. അതേ തുടർന്ന് CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ പിൻവാങ്ങിയെങ്കിൽ പോലും മറ്റുള്ളവർ സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഗതാഗത മന്ത്രി തന്നെ യോഗം പ്രത്യേകമായി വിളിച്ചു ചേർത്തു. അതിലാണ് കാര്യങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തിയത്. ഏതായാലും പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അത് 40 എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു അവർ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് ഒരു MVD ഉദ്യോഗസ്ഥൻ, ഒരു MVD ഉള്ളിടത്ത് 40 ടെസ്റ്റ്, 2 MVD ഉള്ളിടത്ത് 80 ടെസ്റ്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ പുനഃക്രമീകരിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വാഹനത്തിൻ്റെ 15 വർഷം ആയ വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ സാധിക്കില്ല, ഡ്രൈവിംഗ് സ്കൂളുകളുടേത് എന്നുള്ളൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിലും ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അത് 18 വർഷമാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിന് 3 വർഷം കൂടി അധികമായി നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ ഏതായാലും മാറ്റങ്ങൾ വരുത്തിയതിനെ തുടർന്നാണ് ഈ ഡ്രൈവിംഗ് സമരത്തിൽ നിന്നും, ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂൾ ഉടമകളുടെ ഒരു സമരത്തിൽ നിന്നും അവർ പിൻവാങ്ങിയതും. ഇപ്പോൾ ഇന്നു മുതൽ സുഗമമായ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സംസ്ഥാന വ്യാപകമായി തന്നെ നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടുത്തെ MVD ഉദ്യോഗസ്ഥനോട് തന്നെ ചോദിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇവിടെ ടെസ്റ്റുകൾ ആകെ മുടങ്ങി പ്രതിസന്ധിയിലായിരുന്നു. ഇന്നു മുതൽ എങ്ങനെയാണ് സുഗമമായ രീതിയിൽ കാര്യങ്ങൾ? ഇന്ന് സുഗമമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നിപ്പോൾ 40 പേര് സ്ലോട്ട് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് വന്നു. 10 വരെ സമയമുണ്ട്. കുറേ ആൾക്കാരും കൂടെ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ പോവുകയാണ്. ഈ വാഹനത്തിന്റെ കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തിൽ സ്കൂൾ ഉടമകൾ ഇതുമായി സഹകരിക്കുന്നുണ്ടല്ലോ അല്ലേ? വന്ന ആൾക്കാരെല്ലാം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. കുറച്ച് ഒരു 2 ദിവസം കൂടെ കഴിയുമ്പോഴേക്കും അത് ഒരു സ്മൂത്ത് രീതിയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. ഈ ഒരു സമരത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ഇപ്പോൾ ഈ ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്തവർ പോലും കൃത്യമായി എത്തിച്ചേരാത്തൊരു സാഹചര്യം? കാരണം ഇതിൻ്റെ ഇടയിൽ കുറേ നാൾ പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതാണ് പ്രശ്നമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്തായാലും 2-3 ദിവസത്തിനകത്ത് എല്ലാം സ്മൂത്തായിട്ട് വരും. ഏതായാലും 2-3 ദിവസം കൊണ്ട് പഴയ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകളെല്ലാം പഴയ രീതിയിലേക്ക് മാറും എന്ന് തന്നെയാണ് MVD ഉദ്യോഗസ്ഥനും നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇതാണ് സംസ്ഥാന വ്യാപകമായി തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മനു, അതിൽ മുട്ടത്തറയിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. ശരി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം തുടർന്നിരുന്ന മറ്റ് സംഘടനകൾ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നേരത്തെ സർക്കുലറിൽ സർക്കാർ ഭേദഗതി വരുത്തിയപ്പോൾ CITU സമരം പിൻവലിച്ചിരുന്നു. പക്ഷേ മറ്റു യൂണിയനുകൾ സമരം തുടരുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നലെ നടത്തിയ ചർച്ചയിൽ ആവശ്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം പരിഗണിച്ചതോടുകൂടി സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഒരു 2-3 ദിവസത്തിനുള്ളിൽ, കാരണം ഇത്രയും ദിവസം സമരമൊക്കെ നടന്നതുകൊണ്ട് ഈ പ്രാക്ടീസൊക്കെ മുടങ്ങിയിരിക്കുകയായിരിക്കാം ആളുകൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ തിരക്ക് കുറവ് അനുഭവപ്പെടുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ അത് സാധാരണ രീതിയിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.